ഞാനിങ്ങനെ പൂനെയിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20 പേരുള്ളൂ ഞങ്ങൾ, 20 സ്റ്റുഡൻസ്. അച്ഛാ ഒരു ചോദ്യം, ഒറ്റ പ്രാവശ്യം ചോദിക്കുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കണോട്ടാണ്. എൻ്റെ പൊന്നു ടീച്ചർമാരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടാണ് ഞാൻ ആ ചോദ്യം. അതിനുശേഷം പല സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് അവൻ്റെ കിട്ടിയത്. അവൻ്റെ ചോദ്യം ഉത്തരമാണ് അച്ഛാ, ഒറ്റ പ്രാവശ്യം ചോദിക്കോളട്ടാ, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അപ്പുറത്തെ വീട്ടിലെ മേരിച്ചേച്ചി വളരെ പാവപ്പെട്ടവളായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് പണക്കാൻ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇതന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛാ ഞാൻ പറഞ്ഞല്ലേ അച്ഛാ ഒരു പ്രാവശ്യം ചോദിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ ഞാനൊരു അച്ഛനല്ലടാ, ഓക്കെ ഒരു പ്രാവശ്യം കൂടി പറയാം, പക്ഷേ ഇനി ചോദിക്കരുത്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മേരിച്ചേച്ചി വളരെ പാവപ്പെട്ടവനായിരുന്നു, സ്വന്തമായിട്ട് ഒരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് പണക്കാരനായി, എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ ഇതെന്ത് ചോദ്യം, ഞാൻ പറഞ്ഞു എടാ, അപ്പം ഞാൻ പറഞ്ഞു എടാ ആ തേങ്ങ ആ മേരിച്ചേച്ചി കൊണ്ട് കുഴിച്ചിട്ട് എന്നിട്ട് അത് മുളച്ചു വന്ന് അതുമ്മ വേറെ തേങ്ങ വെട്ടി വിറ്റിട്ടുണ്ടാവും. അച്ഛനത് മണ്ടനാണ് ചാ, ഒരു വർഷം കൊണ്ടൊക്കെ ഏത് തെങ്ങും വേണം തേങ്ങ ഉണ്ടാവും. അവനങ്ങോട്ട് കിടന്ന് എന്താണ് അർമാദിക്കാണ് നമ്മളെ കിടന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുറേയൊക്കെ ഉത്തരം പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം പറഞ്ഞടാ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ തോറ്റ്, നീ പറഞ്ഞാൽ മതി. അവന് ഉത്തരം പറഞ്ഞാൽ മതി. അവനപ്പം അതിൻ്റെ കൂടെ വേറൊരു ഡയലോഗ് കൂടി, എന്താണ് പ്രിയമുള്ളവരെ എനിക്കറിയാം എന്ത് ഇത് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അച്ഛനത് പറയാൻ പറ്റുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാറുണ്ട്. എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ചു മാത്രം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി പറയാം. അച്ഛാ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, ഒറ്റ പ്രാവശ്യം പറയും. ഓക്കെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, കാരണം ഞാൻ ബാധ്യസ്ഥനാണല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല എനിക്ക്. എന്നാലും അപ്പോൾ അവൻ പറയാം അച്ഛാ ഈ മേരിച്ചേച്ചി ആകെ ഉണ്ടായിരുന്നത് ഒരു തേങ്ങയാണല്ലോ, ഈ തേങ്ങ ഈ മേരിച്ചേച്ചി ഇത് പൊതിച്ചിട്ട് ഈ ഒരു പാര മേടിച്ച് പൊതിച്ച് എന്നിട്ട് ഒരു വെട്ട് കത്തി അപ്പുറത്തെ വീട്ടിൽ മത്തായിച്ചേട്ടൻ്റെ അടുത്ത് ഒരു വെട്ട് കത്തി കട മേടിച്ചിട്ട് ഈ തേങ്ങ രണ്ടായിട്ട് മുറിച്ചു. എന്നിട്ട് ഒരു മുറിയിൽ മേരിച്ചേച്ചി താമസിച്ചു, മറ്റേത് 2000 രൂപ വാടക കൊടുത്തു. എൻ്റെ പൊന്നു ടീച്ചർമാരെ, ഒരു വെട്ട് കത്തി എനിക്ക് അന്നേരത്ത് കിട്ടി വെച്ചാൽ അവനെ 2 ആയിട്ട് മുറിച്ചിട്ട് ഞാൻ 2 വിറ്റാനെ, ഒരെണ്ണം ഫ്ലാറ്റ് പണിതാൻ. എനിക്കിത് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ച് നേരം അവനെ നോക്കി എന്നിട്ട് പറഞ്ഞാൽ ഞാൻ പൊക്കോട്ടെ, ശരിയാ ചാച്ചൻ പൊക്കോട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നേരെ പള്ളിമേടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ നിന്ന് വരിക. ഏത് അപ്പുറത്ത് ഇപ്പുറത്ത് നിർത്താൻ വേണ്ടി 2 കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ഇടം ചോദിച്ചിട്ട് നിന്റെ മുഖം എന്താണ് ഉണക്കുന്തിരി പോലെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല കിടക്കാതെ, ഇപ്പം അങ്ങനെ സംഭവിച്ചു പോയി, ഇപ്പം എന്ത് ചെയ്യണം. പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ഡ്യൂട്ടി നോക്കിയപ്പോൾ ആ ചെക്കനോട് വെറുതെ ഇരിക്കുകയാണ്, ഈ അച്ഛനോട് വെറുതെ ഇരിക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നടാ, ഈ അച്ഛൻ അത് അറിഞ്ഞുകൂടാ, പറഞ്ഞു കൊടുത്തേക്കടാന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള കർത്താവ് പഠിപ്പിച്ചേക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇവന് ഓടിങ്ങോട്ട് വരെയാണ്. ഞാൻ വെറുതെ അവരുടെ ഇടയിൽ റെഫറി സംഭവം നടന്നുകൊണ്ടിരിക്കും. ഇതേ ചോദ്യം ഇതേ ഉത്തരം എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ, എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ, ഇവനെങ്ങനെ പൊക്കി ഒരു ടീപ്പോയുടെ മുകളിൽ ഇരുത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് കാറ്റ് അവനോട് എടുത്തിട്ട് പറഞ്ഞു, ഇത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിലും ശരി, ഇത് മറ്റുള്ളവർ പറഞ്ഞാണെങ്കിലും ശരി, നിന്റെ അവതരണത്തിന് 100 മാർക്ക്. പ്രിയമുള്ളവരെ,